السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 241 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിൽ അധ്വാനിക്കുന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 241 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين. وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون. يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف وسبع سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون. ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون. ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء. قالت امرأة العزيز الآن حصحص الحق وأنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 44 മുതൽ 52 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 12-ാമത്തെ ജുസിൽ 241 പേജ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റയ്യാൻ രാജാവ് അത്ഭുതകരമായൊരു സ്വപ്നം കണ്ട കാര്യവും അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ പ്രമുഖരായ ആളുകളോട് രാജാവ് ആവശ്യപ്പെട്ടു നോക്കിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞത്. തടിച്ചു കൊഴുത്ത 7 പശുക്കളെ മെലിഞ്ഞു ശോഷിച്ച 7 പശുക്കൾ തിന്നുന്നതും 7 വീതം പച്ചയായ ധാന്യക്കതിരുകളും ഉണങ്ങിയ കതിരുകളും, ഇതാണ് സ്വപ്നം. രാജാക്കന്മാരുടെ സ്വപ്നത്തിന് പ്രസക്തി കൂടും അല്ലേ? വിശിഷ്യ ദൈവനിഷേധികളാവുമ്പോൾ ആഭിചാരത്തിലും ജ്യോത്സ്യത്തിലും ഗണിതത്തിലുമൊക്കെ നല്ല വിശ്വാസം ഉണ്ടാവും അവർക്ക്. ഓരോ സ്വപ്നവും അവരുടെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാകാം എന്നവർ തെറ്റിദ്ധരിക്കും. അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടുമോ എന്നൊക്കെ ഏകാധിപതികൾക്ക് എപ്പോഴും പേടിയാണ്, സ്വേച്ഛാധിപതികൾക്ക് എപ്പോഴും പേടിയാണ് അല്ലേ? ഇപ്പം ഇവിടെയാകട്ടെ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു സ്വപ്നമാണ് രാജാവ് കണ്ടത്. അപ്പോൾ പിന്നെ വ്യാഖ്യാനം അറിയാതെ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെയാണ് എല്ലാ പ്രമുഖന്മാരോടും വ്യാഖ്യാനം പറഞ്ഞു തരാൻ രാജാവ് ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് പ്രമുഖന്മാർ എന്താണ് രാജാവിനോട് മറുപടിയായി പറഞ്ഞത് എന്നാണ് ഇനിയുള്ള ആയത്തിലുള്ളത്. എന്തു പറയാനാ? അവർ പറഞ്ഞു, ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ അങ്ങനെ അങ്ങോട്ട് കഴിയില്ല എന്ന് ഒറ്റയടിക്ക് രാജാവിന് മുമ്പിൽ പറയാൻ പറ്റൂലല്ലോ. അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല വരെ പോകും. അപ്പം രാജാവിനോട് ആ വിഷയം പറയുമ്പോൾ സ്വച്ഛാധിപതികളായ ആളുകൾ അങ്ങനെയാണല്ലോ. അപ്പം അവരോട് രാജാവിനോട് കാര്യം നയത്തിൽ പറയണം. എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടണം. അതിനാണ് അവർ ശ്രമിക്കുന്നത്. ഒറ്റയടിക്ക് ഞങ്ങൾക്കത് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരതിന് ന്യായം പറയണം. എന്താ ന്യായം എന്നറിയോ? ഇത് ദുസ്വപ്നമാണ്, ഇത് പേക്കിനാവാണ്. പല പേക്കിനാവുകൾ കൂടിച്ചേർന്നതാണ് ഈ ഒരു സ്വപ്നം.
ഞങ്ങൾ ഇത്തരം സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയാറില്ല, ഞങ്ങൾക്കിനെ അറിയില്ല. ഞങ്ങൾ സത്യസന്ധമായ കിനാവുകളുടെ വ്യാഖ്യാനങ്ങളെ പറയാറുള്ളൂ. ഇത് പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. നോക്കൂ 44-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അദ്ഗാസു അഹ്ലാം വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ. ഖാലൂ അവർ പ്രതികരിച്ചു, ആ പ്രമുഖരായ ആളുകൾ പ്രതികരിച്ചു, അദ്ഗാസു അഹ്ലാം, ഇവയെല്ലാം പേക്കിനാവുകളാണ്, പൊയ്ക്കിനാവുകളുടെ മിശ്രിതങ്ങളാണ്. വമാ നഹ്നു ഞങ്ങളല്ല, ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ഈ ഗണത്തിൽപ്പെട്ടവരുടെ വ്യാഖ്യാനം ഞങ്ങൾക്കറിയില്ല. ഈ ഗണത്തിൽപ്പെട്ട പേക്കിനാവുകളുടെ വ്യാഖ്യാനം ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അദ്ഗാസു അഹ്ലാം, പേക്കിനാവുകളുടെ അല്ലെങ്കിൽ പൊയ്ക്കിനാവുകളുടെ മിശ്രിതങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ കുറേ പേക്കിനാവുകൾ കൂടിച്ചേർന്നതാണ് നിങ്ങളെ സ്വപ്നം അല്ലേ. വ്യാജ സ്വപ്നങ്ങൾ, പൊയ്ക്കിനാക്കൾ എന്നൊക്കെ അർത്ഥം പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ കുറേ ഐറ്റംസാണ് ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ടത്. തടിച്ച പശുണ്ട്, മെലിഞ്ഞ പശുണ്ട്, പച്ചക്കതിരുണ്ട്, ഉണങ്ങിയ കതിരുണ്ട്, ഇങ്ങനെ വിവിധ ഐറ്റങ്ങളെ സൂചിപ്പിച്ചാണ് ഇവയുടെ മിശ്രിതം എന്ന് പറഞ്ഞത്. അൽഗാസ് അഹ്ലാം, ലിഗ്സ് എന്നതിൻ്റെ പ്ലൂറലാണ് അൽഗാസ്. ഓക്കെ, മിശ്രിതം എന്നൊക്കെ നമുക്ക് അർത്ഥം. ഒരുപാട് സ്വപ്നങ്ങളുടെ കൂടിച്ചേർച്ചയാണിത്, മിശ്രിതമാണിത് എന്നർത്ഥം. 45-ാമത്തെ ആയത്ത് നോക്കൂ. യൂസഫ് നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം ജയിലിലുണ്ടായിരുന്ന 2 വ്യക്തികളെ കുറിച്ച് നമ്മൾ മുമ്പ് 36 മുതൽ 42 വരെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിലൊരാൾ ശിക്ഷയ്ക്ക് വിധേയനായി, മറ്റാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ജോലിയിൽ കയറി, അതായത് രാജാവിൻ്റെ പാനീയ വിഭാഗത്തിൻ്റെ മേധാവിയായി ജോലിയിൽ തിരികെ കയറി. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അയാൾ പോകുമ്പോൾ ഇങ്ങനെ ജയിലിൽ ഞാൻ ഉണ്ട് എന്നും എൻ്റെ മോചനക്കാര്യം പരിഗണിക്കാൻ രാജാവിനോട് പറയണമെന്നും ഉണർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അയാളത് മറന്നുപോയി അല്ലേ. കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചു, ശൈത്താൻ അയാളെ മറപ്പിച്ചു, നമ്മൾ പഠിച്ചല്ലോ. ഇപ്പോൾ രാജാവിൻ്റെ ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ബഹളത്തിനിടക്ക് അയാൾക്ക് അന്ന് യൂസഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞേൽപ്പിച്ച കാര്യം ഓർമ്മ വന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ യൂസുഫിനെ പോയി കണ്ടാൽ അലൈഹിസ്സലാം ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെയാണ് രാജാവിൻ്റെ ഉദ്യോഗസ്ഥരോട് അയാൾ ഈ കാര്യം പറയുന്നത്. അതാണ് ഇനി അടുത്ത ആയത്തിലുള്ളത്. സ്വപ്ന വ്യാഖ്യാനം അറിയാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. സ്വപ്ന വ്യാഖ്യാനം ശരിക്കും അറിയുന്ന ഒരു നല്ല മനുഷ്യൻ ജയിലിലുണ്ട്. യൂസുഫ് എന്നാണ് അവരുടെ പേര്. ഞാനും യൂസുഫും സുഹൃത്തുക്കളാണ് അലൈഹിസ്സലാം. എന്നെ നിങ്ങൾ പറഞ്ഞേക്കുകയാണെങ്കിൽ ഞാൻ പോയി ചോദിച്ചറിഞ്ഞു വരാം. അങ്ങനെയാണ് അവർ ആ ഉദ്യോഗസ്ഥനെ സ്വപ്നത്തിൽ വ്യാഖ്യാനം അന്വേഷിക്കാൻ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത്. നോക്കൂ 45-ാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല അല്ലദീ നജാ മിൻഹുമാ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി ഫഅർസിലൂൻ. വഖാല അല്ലദീ, ഒരാൾ പറഞ്ഞു, നജാ രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞു, മിൻഹുമാ ആ 2 പേരിൽ നിന്ന്. ഏത് 2 പേരിൽ നിന്ന്? നേരത്തെ ജയിലിലുണ്ടായിരുന്ന 2 പേർ. ഒരാൾ രക്ഷപ്പെട്ടു, മറ്റയാൾ തൂക്കിലേറ്റ് അല്ലേ, മറ്റയാൾ ക്രൂശിക്കപ്പെട്ടു. വഖാലല്ലദീ നജാ മിൻഹുമാ, ആ 2 ജയിൽ പുള്ളികളിൽ മോചിതനായ ആൾ പറഞ്ഞു, വദ്ദക്കറ ബഅദ ഉമ്മ, കുറേ കാലശേഷം ഓർത്തെടുത്തിട്ട് പറഞ്ഞു. കാരണം കുറേ കാലമായി, അപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. അപ്പൊ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ, ബഅദ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ കുറേ കാലം എന്നർത്ഥം. വദ്ദക്കറ ബഅദ ഉമ്മ, കുറേ കാലത്തിന് ശേഷം ഓർത്തെടുത്തിട്ട് അയാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ബിതഅ്വീലിഹി, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് ഫഅർസിലൂൻ, നിങ്ങൾ എന്നെ പറഞ്ഞേക്കൂ, നിങ്ങൾ എന്നെ പറഞ്ഞു വെച്ചോളൂ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. വഖാലല്ലദീ നജാ മിൻഹുമാ വദ്ദക്കറ ബഅദ ഉമ്മ, ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയും കുറേ കഴിഞ്ഞ് വിഷയം ഓർമ്മ വരികയും ചെയ്ത ആ ആള് പറഞ്ഞു. അങ്ങനെയാണ് അർത്ഥം വെക്കാം. ഓക്കെ, വദ്ദക്കറ ബഅദ ഉമ്മ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് സാധാരണഗതിയിൽ അർത്ഥം പറയാറുള്ളത് അല്ലേ. വേറെയും അർത്ഥങ്ങൾ അതിനുണ്ട്. കാലയളവ് എന്നർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്, കുറേ കാലം എന്നർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. സൂറത്ത് ഹൂദിലെ 8-ാം ആയത്തിൽ ആ ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അഖർനാ അൻഹുൽ അദാബ ഇലാ ഉമ്മത്തിൻ മഅദൂദത്തിൻ ലയഖുലുന്ന മാ യഹ്ബിസു അല്ലേ. അപ്പോൾ ഇവിടെ ഇലാ ഉമ്മത്തിൻ മഅദൂദ എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിനാണ് ഉപയോഗിച്ചത്. ഏത്? കുറേ സമയം എന്നല്ല, അല്ലെങ്കിൽ കുറച്ച് സമയം എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ആയത്തിനും വദ്ദക്കറ ബഅദ ഉമ്മ എന്ന് പറഞ്ഞാൽ കുറേ സമയത്തിന് ശേഷം എന്നർത്ഥം. ഫഅർസിലൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞേക്കൂ. ജയില് പട്ടണത്തിലായിരുന്നില്ല എന്നാണ്, അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ അയക്കണം, പറഞ്ഞേക്കണം എന്ന് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. 46-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. രാജാവിൻ്റെ പാനീയങ്ങളുടെ മേധാവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തെത്തുകയാണ്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ
ഇത്രയും കാലം മറന്നിട്ട് ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ മാത്രം നിങ്ങൾ എന്നെ തേടി വരികയാണോ എന്നൊന്നും യൂസഫ് നബി അലൈഹി സ്വലാം ചോദിച്ചില്ല. അങ്ങനെ ആക്ഷേപം പറഞ്ഞതേയില്ല. മറിച്ച് വേഗം ആ വന്ന ആൾക്ക് സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അതാണ് ഇനി അടുത്ത കാര്യത്തിൽ പറയുന്നത്. അയാൾ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. രാജാവും കൊട്ടാരം എന്ന് മാത്രമല്ല, രാജ്യം ഒന്നടങ്കം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് എന്നും അതുകൊണ്ട് നിങ്ങൾ വേഗം അത് പറഞ്ഞു തരണമെന്നും എന്നെ തിരിച്ചയക്കണമെന്നും പറയുകയാണ്. അങ്ങനെയാണ് അപേക്ഷിക്കുന്നത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് അയ്യുഹ സിദ്ദീഖ് അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ് يأكلهن سبع عجاف وسبع سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. യൂസുഫ് അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തെത്തിയിട്ട് പറയാണ്, യൂസുഫേ വിളിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അയ്യുഹ സിദ്ദീഖ്, ഹേ സത്യസന്ധനായ യൂസുഫേ അലൈഹിസ്സലാം, അഫ്തിന ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. എന്താ പറഞ്ഞു തരേണ്ടത്? ഫീ സബ്ഇ ബഖറാത്തിൻ, 7 പശുക്കൾ, സിമാനിൻ തടിച്ചു കൊഴുത്ത 7 പശുക്കൾ, യഅകുലുഹുന്ന അവയെ തിന്നുന്നു, സബ്ഉൻ ഇജാഫുൻ 7 മെലിഞ്ഞൊട്ടിയ പശുക്കൾ. പിന്നെയോ വസബ്ഇ സുംബുലാത്തിൻ 7 പച്ചക്കതിരുകൾ, വഉഖറ യാബിസാത്തിൻ വേറെ 7 എണ്ണം ഉണങ്ങിയതും. ഇതാണ് രാജാവ് കണ്ട സ്വപ്നം. ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരൂ. അഫ്തിന ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ലഅല്ലി അർജിഉ ഞാനൊന്ന് തിരിച്ചു പോകട്ടെ, ഇലന്നാസി ജനങ്ങളുടെ അടുത്തേക്ക്, ലഅല്ലഹും യഅലമൂൻ അവർ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാനായി, ഗ്രഹിക്കാനായി, ആളുകൾക്ക് അവ ഗ്രഹിക്കാനായി എനിക്ക് ആളുകളുടെ, അതായത് രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് വിവരണവുമായി എനിക്ക് തിരിച്ചു പോകാമായിരുന്നു, വേഗം പറഞ്ഞു തരൂ. അതാണ് അപേക്ഷ. ലഅല്ലി അർജിഉ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു, എനിക്ക് മടങ്ങേണ്ടതുണ്ട്. ഇലന്നാസി ആളുകളുടെ അടുത്തേക്ക്, ലഅല്ലഹും യഅലമൂൻ അവർക്ക് വ്യാഖ്യാനം അറിയാൻ. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, അല്ലേ? അദ്ദേഹം വിളിക്കുന്ന അഭിസംബോധന നോക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റി വളരെയേറെ മതിപ്പുണ്ടായിരുന്ന, വിശ്വാസമുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ആ അഭിസംബോധന തന്നെ അതാണ് മനസ്സിലാക്കി തരുന്നത്. അയ്യുഹ സിദ്ദീഖ്, അങ്ങേയറ്റം സത്യസന്ധതയുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങേയറ്റം സത്യസന്ധതയുള്ള വ്യക്തിയെ എന്നർത്ഥം. മുമ്പ് ജയിലിലായിരുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സത്യസന്ധതയും ഭയഭക്തിയും സൂക്ഷ്മതയും ഒക്കെ അടുത്തറിഞ്ഞ ആളാണ് ഇയാൾ. അതാണ് അങ്ങനെ വിളിക്കാൻ കാരണം. ഇനി 47 മുതൽ 49 വരെയുള്ള ആയത്തുകൾ നോക്കാം. ഇനിയുള്ള 3 ആയത്തുകളിലുള്ളത് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ സ്വപ്നം സൂചിപ്പിക്കുന്ന കൊടും ക്ഷാമം എങ്ങനെ പ്രതിരോധിക്കണം എന്നുകൂടെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ വൈഭവത്തോടെ മഹാനവറുകൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. മഹാനവറുകൾ പറയണം, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയണം. 7 തടിച്ച പശുക്കൾ സൂചിപ്പിക്കുന്നത് നിലം ഉഴുത് കൃഷി ചെയ്യാൻ പറ്റുന്ന 7 വർഷങ്ങളെയാണ്. പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെ സൂചിപ്പിക്കുന്നു, സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു, വിളവെടുപ്പിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യണം? ആദ്യത്തെ 7 കൊല്ലം നിങ്ങൾ നന്നായി മെനക്കെട്ട് കൃഷി ഇറക്കി അത്യുൽപാദനം ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിന്നെടുക്കുന്ന വിളവുകളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. അതതു കാലത്തെ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടതേ നിങ്ങൾ കൊതിച്ച് നെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ കൊതിച്ച് ധാന്യമാക്കാവൂ. ബാക്കിയുള്ളവ കതിരിലും കുലയിലും തന്നെ സൂക്ഷിക്കണം. ധാന്യങ്ങൾ വരാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അതായത് അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കാൻ കതിരോടെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്കു കരുതി വെക്കണം. അങ്ങനെ ഈ 7 വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ രൂക്ഷമായ ക്ഷാമമുള്ള 7 വർഷങ്ങളാണ് വരാനുള്ളത്. ഓക്കെ, സമ്പൽ സമൃദ്ധിയുടെ ഈ 7 വർഷം കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ളത് രൂക്ഷമായ ക്ഷാമമുള്ള 7 വർഷങ്ങളാണ്. അന്ന് നേരത്തെ സൂക്ഷിച്ചു വെച്ച ഈ ധാന്യങ്ങളും വിഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കൃഷി ഇറക്കാൻ വേണ്ടി വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയുള്ളതൊക്കെ അന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ വർഷവും കഴിഞ്ഞാൽ, ആ 7 വർഷങ്ങളും കഴിഞ്ഞാൽ പിന്നീട് വളരെ സുഭിക്ഷതയുടെ നാളുകളാണ് വരിക, സുഭിക്ഷതയുടെ വർഷമാണ് വരിക. ഇഷ്ടം പോലെ മഴ കിട്ടും, നല്ല സുഖകരമായ വർഷങ്ങൾ വരും.
അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. അതായത് കായ്ക്കനികളും ധാന്യങ്ങളും പഴങ്ങളും മറ്റുമൊക്കെ പിഴിഞ്ഞ് ആട്ടി എണ്ണയും പഴസത്തുക്കും എടുക്കാൻ കഴിയുന്ന അത്രയും നല്ല സുഭിക്ഷത നിറഞ്ഞ കാലം വരും. എണ്ണ ആക്കി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണ്ടേ, ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേണ്ടേ? അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. ഇവിടെ തടിച്ച പശുക്കളെയും പച്ചക്കതിരുകളെയും ക്ഷേമകാലമായാണ്, നല്ല റാഹത്തുള്ള സമൃദ്ധിയുടെ കാലമായാണ് യൂസഫ് അലൈഹി സ്വലാം വ്യാഖ്യാനിച്ചത്. മെലിഞ്ഞ പശുക്കളെയും ഉണങ്ങിയ കതിരുകളെയും ക്ഷാമത്തിൻ്റെ വർഷങ്ങളായും വ്യാഖ്യാനിക്കുകയാണ്. മെലിഞ്ഞവ തടിച്ചവയെ തിന്നുന്നു എന്ന് പറഞ്ഞത് ക്ഷേമവർഷങ്ങളിലെ സമൃദ്ധമായ വർഷങ്ങളിലെ ശേഖരവും സമ്പാദ്യവും അത്രയും ക്ഷാമമുള്ള വർഷങ്ങൾ ആവാഹിക്കും എന്നാണ്. സ്വപ്നത്തിന് വ്യാഖ്യാനം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അത് പറഞ്ഞു കൊടുക്കാം. 47, 48, 49. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. قال യൂസഫ് അലൈഹി സ്വലാം പറഞ്ഞു, വ്യാഖ്യാനം പറയുകയാണ്. തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. 7 സിനീന 7 വർഷം നിങ്ങൾ കൃഷി ചെയ്യും. 7 സിനീന 7 വർഷം ദഅബൻ തുടർച്ചയായി, നിങ്ങൾ പതിവ് പോലെ തുടർച്ചയായി നിങ്ങൾ മെനക്കെട്ട് 7 വർഷം നന്നായി കൃഷി ചെയ്യണം. എന്നിട്ട് ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നവ ഫദറൂഹു, നിങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കുക. ഫീ സുംബുലിഹി, അതിൻ്റെ കതിരിൽ തന്നെ, അതിൻ്റെ കതിരോടെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഫമാ ഹസത്തും, നിങ്ങൾ കൊയ്തെടുത്തത്, ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കൂ എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചേക്കൂ, അതിനെ നിങ്ങൾ സൂക്ഷിച്ചേക്കൂ. ഫീ സുംബുലിഹി, അതിൻ്റെ കതിരിൽ തന്നെ. ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മാ തഅക്കുലൂൻ, നിങ്ങൾ തിന്നുന്ന, അപ്പം നിങ്ങൾക്ക് തിന്നാൻ വേണ്ട അല്പമൊഴികെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വിളവെടുത്തത് എന്താക്കണം? ആ കതിരോടെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, കേടുവരാതിരിക്കാൻ അങ്ങനെ പറയുന്നത്. സുമ്മ, അപ്പോൾ ആദ്യത്തെ വർഷം നല്ല സമൃദ്ധിയുടെ വർഷങ്ങളാണ്. സുമ്മ, പിന്നീട് യഅതി, വരും, മിൻ ബഅദി ദാലിക, ഈ 7 വർഷങ്ങൾക്ക് ശേഷം 7 ശിദാദുൻ, 7 കഠിന ക്ഷാമത്തിൻ്റെ വർഷങ്ങൾ. ശിദാദ് എന്ന് പറഞ്ഞാൽ കഠിന. 7 കഠിന ക്ഷാമത്തിൻ്റെ വർഷങ്ങൾ ഈ 7 വർഷങ്ങൾക്ക് ശേഷം വരാനുണ്ട്. അന്ന് എന്ത് ചെയ്യും നിങ്ങൾ? യഅകുൽന, നിങ്ങളല്ല, സോറി, ഈ സമൃദ്ധിയുടെ 7 വർഷത്തിന് ശേഷം വരും 7 ശിദാദുൻ, 7 കഠിനക്ഷാമമുള്ള വർഷങ്ങൾ വരും. യഅകുൽന, ആ വർഷങ്ങൾ തിന്നു തീർക്കും, ആ വർഷങ്ങൾ തിന്നു തീർക്കും. മാ ഖദ്ദംതും ലഹുന്ന, അന്നേക്ക് നിങ്ങൾ മുൻകരുതലായി വച്ചിരുന്നതൊക്കെ. കഴിഞ്ഞ 7 വർഷം നിങ്ങൾ കൊതിച്ച് നെയ്തെടുത്തത് ആ കതിരിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഈ ക്ഷാമത്തിൻ്റെ 7 വർഷത്തേക്ക് നിങ്ങൾ മുൻകരുതലായി വച്ചിരുന്നതൊക്കെ ഈ ക്ഷാമത്തിൻ്റെ കാലം തിന്നു തീർക്കും. യഅകുൽന, ഈ 7 ശിദാദുൻ, 7 വർഷം തിന്നു തീർക്കും. മാ ഖദ്ദംതും ലഹുന്ന, അന്നേക്ക് നിങ്ങൾ മുൻകരുതലായി വച്ചിരുന്നതൊക്കെ. ഇല്ലാ ഖലീലം മിമ്മാ തുഹ്സിനൂൻ, നിങ്ങൾ പ്രത്യേകം കരുതലായി വെക്കുന്ന അല്പമൊഴികെ. വിത്തറക്കാനും മറ്റൊക്കെ കുറച്ചെന്തായാലും സൂക്ഷിച്ചു വെക്കൂലേ? അങ്ങനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു വെക്കുന്ന അല്പമൊഴികെ ബാക്കിയുള്ളതൊക്കെ ആ ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ തിന്നു തീർക്കും. എന്നിട്ട് സുമ്മ യഅതി മിൻ ബഅദി ദാലിക, പിന്നെ അതിനുശേഷം വരും, പിന്നീട് അതിനുശേഷം വരും, ആമുൻ, ഒരു കൊല്ലം വരും, ഒരു വർഷം വരും. ഫീഹി, ആ വർഷത്തിൽ യുഗാസുന്നാസു, ജനങ്ങൾക്ക് നല്ല സമൃദ്ധി കൈവരും, നല്ല ക്ഷേമം കൈവരും. വഫീഹി, ആ വർഷം യഅസിറൂൻ, അവർ പഴസത്തും എണ്ണയും ഒക്കെ പിഴിഞ്ഞുണ്ടാക്കുകയും ചെയ്യും. യുഗാസുന്നാസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് അർത്ഥം. എന്നാൽ സമൃദ്ധിയുടെ ലക്ഷണമാണ്. നല്ല മഴ കിട്ടും, നല്ല കൃഷി ഇറങ്ങും, എല്ലാം ഉണ്ടാവും. സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും എണ്ണയാക്കി ആട്ടാനൊക്കെ അത്രയും സാധനങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. ശരി, ഇപ്പൊ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ 50-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത ഈ സ്വപ്ന വ്യാഖ്യാനവുമായി രാജാവിൻ്റെ ദൂതന് തിരിച്ചു വന്നു. രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് ഇതിങ്ങനെ സാഗൂതം കേൾക്കുകയാണ്. എന്തൊരു വ്യാഖ്യാനമാണ് ഈ പറയുന്നത്? അതിവിദഗ്ധമായി ഇങ്ങനെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, ഈ സ്വപ്നം കെട്ടഴിച്ചു പറഞ്ഞു തന്ന ആ മഹാമനുഷ്യനെ നേരിൽ കാണാൻ അദ്ദേഹത്തിന് കൊതിയായി. നേരിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ സ്വപ്നത്തിൽ വ്യാഖ്യാനം ഒന്നുകൂടി കേൾക്കാൻ വല്ലാത്ത ആഗ്രഹമായി.
തൻ്റെ രാജ്യത്തെ ബാധിക്കുന്ന സ്വപ്നവാഖ്യാനമാണ് കേട്ടത്. അതൊന്നുകൂടി നേരിട്ട് കേൾക്കുമ്പോൾ സംശയങ്ങൾ ഉന്നയിക്കാനും ആ സംശയങ്ങൾ തീർക്കാനൊക്കെ സാധ്യമാണല്ലോ. അതുകൊണ്ട് യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ കൊട്ടാരത്തിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഈ ദൂതനെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ്. നിങ്ങൾ വീണ്ടും ചെന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവിൻ്റെ കൽപ്പനയുണ്ടെന്ന് പറയൂ. അങ്ങനെയാണ് ആ ദൂതൻ വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ യൂസഫ് നബി അലൈഹി ഇസ്ലാം പെട്ടെന്ന് ഇറങ്ങാൻ തയ്യാറായില്ല. പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല. മഹാനവറുകൾ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഈ രാജാവിൻ്റെ നാട്ടിൽ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ ശേഷവും താൻ എന്തിനാണ് ജയിലടക്കപ്പെട്ടത്? താൻ അസീസിന്റെ ഭാര്യയെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നല്ലേ തെരുവുകളിൽ വിളംബരം ചെയ്യപ്പെട്ടത്? തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വീണ് കിട്ടിയ ഈ അവസരം പാഴാക്കരുത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും ഇറങ്ങുന്നില്ല. കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന അവസ്ഥയിൽ രാജസന്നിധിയിൽ ചെല്ലാതെ സത്യാവസ്ഥ രാജാവ് നേരിട്ട് അറിഞ്ഞിട്ട് മതി അങ്ങോട്ട് ചെല്ലുക എന്ന് തീരുമാനിച്ചു. മുമ്പ് കൈകൾ മുറിച്ച അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകിയ ആ നാട്ടിലെ കുലീന സ്ത്രീകളുടെ അടുത്ത് ചെന്ന് സത്യാന്വേഷണം നടത്തി തൻ്റെ നിരപരാധിത്വം പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടതുള്ളൂ എന്ന് മഹാനവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ വന്ന ദൂതനോട് യൂസഫ് നബി അലൈഹി സ്വലാം പറയുന്നത്, ഞാൻ ഇറങ്ങാൻ വരട്ടെ? നിന്റെ യജമാനനായ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പണ്ട് അസീസിന്റെ കൊട്ടാരത്തിൽ വെച്ച് സ്വയം കൈകൾ മുറിച്ച ആ പെണ്ണുങ്ങളുടെ നിലപാടെന്താണെന്ന് അന്വേഷിച്ചു അറിയാൻ പറയുക. അതറിഞ്ഞിട്ട് മതി എൻ്റെ ഇറക്കം. അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ചെല്ലാം എൻ്റെ നാഥനായ അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. وقال الملك രാജാവ് പറഞ്ഞു, ഇഅ്തൂനി ബിഹി, അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ ഹാജരാക്കുക, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അങ്ങനെ ഫലമ്മാ ജാഅഹു റസൂലു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ആ ദൂതൻ ചെന്നപ്പോൾ, ഫലമ്മാ ജാഅഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്നപ്പോൾ അർ റസൂലു, ദൂതൻ, ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇർജി, നീ തിരിച്ചു പോ, ഞാനിപ്പോൾ ഇറങ്ങണില്ല, നീ മടങ്ങ്, ഇലാ റബ്ബിക, നിന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ല്, എന്നിട്ട് ഫസ്അൽഹു, അദ്ദേഹത്തോട് നീ ചോദിച്ചറിയ്, മാ ബാലുൻ നിസ്വ, ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്, ആ പെണ്ണുങ്ങളുടെ നിലപാടെന്താണ്, ഏതാ പെണ്ണുങ്ങൾ, അല്ലാത്തി, എങ്ങനെയുള്ള പെണ്ണുങ്ങളാണ്, ഖത്താന ഐദിയഹുന്ന, സ്വന്തം കൈകൾ മുറിച്ച ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ, അത് ആദ്യം അറിഞ്ഞിട്ട് വരും, എന്നിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ബികൈദിഹിന്ന, ആ പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് അലീമുൻ, നല്ലവണ്ണം അറിയുന്നവനാണ്. ഇവിടെ മാനവരുടെ മാന്യതയും ധീരതയും മനസ്സുറപ്പുമൊക്കെയാണ് വ്യക്തമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, വലൗ ലബിസ്തു ഫിസ്സിജ്നി തൂല മാ ലബിസ യൂസുഫ് ലഅജബ്തു ദാഇയ. യൂസുഫ് നബി അലൈഹി സ്വലാം താമസിച്ച ജയിലിൽ കടന്ന അത്രയും കൊല്ലം ഞാനാണ് കടന്നിരുന്നത് എങ്കിൽ എൻ്റെ അടുത്തേക്ക് ആ ദൂതൻ വരുമ്പോൾ അപ്പം തന്നെ ഞാൻ ഇറങ്ങുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. അല്ലേ, അധികാരം ഉപയോഗിച്ച് രാജാക്കന്മാർ പല അതിക്രമങ്ങളും ചെയ്യും. ലോക ചരിത്രം അതിന് സാക്ഷിയാണ്. അധികാര ദുർവിനിയോഗം നടത്തുമ്പോൾ അക്രമവിധേയരായ മർദ്ദിതർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം അവരുടെ സത്യാവസ്ഥ തെളിയിക്കാൻ കിട്ടുന്ന ഏത് സന്ദർഭവും അവർ ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. ഇത്തരമൊരു സുവർണാവസരമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് കിട്ടിയത്. ആളുകൾ പെട്ടെന്ന് മറന്നുപോകും. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം ഇന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ സ്ഥിതിയും അതാണല്ലോ. പെട്ടെന്ന് ആൾക്കാർ മറക്കും, പുതിയതിനു വേണ്ടി അവർ അന്വേഷിക്കും. പക്ഷേ നിരപരാധിയായ ഒരാൾ വ്യാജമുദ്രയടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അത് മറക്കൂലല്ലോ. അതാണ് ഇവിടെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ യൂസുഫ് നബി അലൈഹി സ്വലാം ശ്രമിക്കുന്നത്. ആ തന്ത്രമാവട്ടെ 100% വിജയിക്കുകയും ചെയ്തു. അതാണ് ഇനി അടുത്ത ആയത്തിലുള്ളത്. ഇന്ന റബ്ബി ബികൈദിഹിന്ന അലീം, താൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്ന് സൂക്തത്തിൻ്റെ അവസാന ഭാഗം സൂചനയുണ്ട്. പക്ഷേ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയ ബഹുജനം വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുന്നത്. ഞാൻ നിരപരാധിനെ അള്ളാഹ്ക്കറിയാം, ആളുകൾ എന്താക്കണം, എൻ്റെ സത്യാവസ്ഥ അറിയാം. അതാണ് ആ അവസാനത്തെ വാക്യത്തിൻ്റെ ആശയം. 51-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. രാജാവിൻ്റെ ദൂതൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് വിവരങ്ങളെല്ലാം രാജാവിനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു, ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു കൊടുത്തു.
യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ പ്രവേശിക്കപ്പെട്ട സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഈ ദൂതനെ നന്നായിട്ട് അറിയാലോ. കാരണം അയാൾ ജയിലിലുണ്ടായിരുന്നു. അവരവിടെ എത്തിയതും ഒരേ ദിവസമാണ്, ജയിലിലെത്തിയതും രണ്ടുപേരും ഒരേ ദിവസമാണ്. ആരോപിക്കപ്പെട്ട കുറ്റം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മേൽ കെട്ടിച്ചമച്ചതാണ് എന്നും അയാൾക്കറിയാം. ജയിലിൽ ഒരുമിച്ച് ജീവിച്ച ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും ഭക്തിയും ഒക്കെ നേരിൽ കണ്ട ആളാണ് ഞാൻ. മാത്രമല്ല രാജാവിൻ്റെ സ്വപ്നവാക്യാനം തേടി വന്ന സമയത്ത് അല്ലയോ സത്യസന്ധ എന്ന വിശിഷ്ട പദം ഉപയോഗിച്ചിട്ടാണ് വിളിച്ചത്. അപ്പം ഏതായാലും രാജാവ് ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. അതനുസരിച്ച് അസീസിൻ്റെ വീട്ടിൽ അന്ന് സദ്യക്ക് ഹാജരായിരുന്ന പെണ്ണുങ്ങളൊക്കെ വിളിച്ചു വരുത്തി രാജാവിന് മുമ്പെത്തി. സുലൈഖയും കൂട്ടത്തിലുണ്ട്. രാജാവ് ചോദിച്ചു, അന്ന് നിങ്ങൾ യൂസുഫിനെ വശീകരിക്കാൻ നോക്കിയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? അവർ തുറന്നു പറഞ്ഞു. അവർ പറഞ്ഞു, അള്ളാഹു പരിശുദ്ധനാണ്, ഞങ്ങൾ യൂസുഫിൽ നിന്ന് തിന്മയുടെ ഒരു ലാഞ്ചന പോലും കണ്ടിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞിടത്തോളം വേണ്ടാത്തരത്തേക്ക് ഒരു ചായവും അദ്ദേഹത്തിനില്ലായിരുന്നു. എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി സത്യം തുറന്നു പറയുകയാണ്. സുലൈഖ അതിന് ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴിതാ സത്യം സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം തികഞ്ഞ സത്യസന്ധനാണ്. ആയത്ത് നോക്കൂ, 51-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حسحس الحق أنا راودته عن نفسه وإنه لمن الصادقين. قال രാജാവ് ചോദിച്ചു, മാ ഖത്ബുകുന്ന, എന്താണ് നിങ്ങളുടെ അനുഭവം, എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? ഇദ്റാവത്തുന്ന യൂസുഫ്, നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അൻ നഫ്സിഹി വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ, ഇദ്റാവത്തുന്ന യൂസുഫ് അൻ നഫ്സി, നിങ്ങൾ യൂസുഫിനെ വശീകരിക്കാൻ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ഖുൽന, അവർ പറഞ്ഞു, ഹാസലില്ല, ഹാസലില്ല, അല്ലാഹു ഇത്ര പരിശുദ്ധനാണ്. മാ അലിംനാ അലൈഹി മിൻ സൂഇൻ, അദ്ദേഹത്തിൽ യാതൊരു നടപടി ദോഷവും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഒരു മോശത്തരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായതായി ഞങ്ങൾക്കറിയില്ല. മാ അലിംനാ അലൈഹി മിൻ സൂഇൻ. അപ്പോ ഇത് കേട്ടപ്പോൾ അതിന് അടിവരയിട്ടുകൊണ്ട് സുലൈഖ ബീവി പറയാണ്, ഖാലത്ത്, പറഞ്ഞു, ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ, അതായത് സുലൈഖ പറയുകയാണ്, അൽ ആന, ഇപ്പോഴിതാ, ഹസ് ഹസൽ ഹഖു, സത്യം വെളിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ ഹസ് ഹസ എന്ന് പറയുമ്പോൾ തന്നെ സത്യം വെളിപ്പെട്ട ഒരു ഫീൽ വരുന്നുണ്ടല്ലേ, സത്യം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അനറാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ കുതന്ത്രം പ്രയോഗിച്ചത്. അനറാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്. വഇന്നഹു ലമിന സ്വാദിഖീൻ, അദ്ദേഹം തീർച്ചയായും സത്യസന്ധന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ്. ഖാല മാ ഖത്ബുകുൻ, ഇവിടെ രാജാവ് ചോദിച്ചത് എന്താ? നിങ്ങൾ യൂസുഫിനെ വല വീശിയപ്പോൾ എന്നാണ് ചോദിച്ചത്. രാജ കൊട്ടാരങ്ങളിലെ, മന്ത്രിമന്ദിരങ്ങളിലെ, ഉന്നത വീടുകളിലൊക്കെ സ്ത്രീകളുടെ, അവിടെയുള്ള ആ വീടുകളിലൊക്കെയുള്ള സ്ത്രീകളെക്കുറിച്ചും അവരുടെ ജീവിത വൈകാരിക സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശരിയായ ചിത്രം രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ യൂസുഫിനെ പാട്ടിലാക്കാൻ തുനിഞ്ഞപ്പോൾ അതനുസരിച്ച് തന്നെയാണ് അവർ മറുപടി പറഞ്ഞത്. ശരിക്കും മറിച്ചായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. യൂസുഫ് നിങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലെയുള്ള ഒരാളെ കാണുമ്പോൾ ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് വലവീശാനെ, ഇത്തരം ജീവിത സാഹചര്യങ്ങളുള്ള പെണ്ണുങ്ങൾ അങ്ങോട്ട് വലവീശാനേ സാധ്യതയുള്ളൂ എന്ന് രാജാവിന് ബോധ്യമായി. അതുകൊണ്ടാണ് തിരിച്ചു ചോദിച്ചത്. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പാതിവൃത്യവും സ്വഭാവശുദ്ധിയും മുഴുവൻ സ്ത്രീകളും പൂർണ്ണമായി സമ്മതിക്കുകയാണ് ഉണ്ടായത്. അസീസിൻ്റെ പത്നി സുലൈഖ ബീവി അതിന് ശക്തമായ അടിവരയിടുകയും ചെയ്തു. നോക്കൂ, 52-ാമത്തെ ആയത്ത്. ഇതോടെ വിചാരണ കഴിഞ്ഞു. ഓക്കെ, വിചാരണ കഴിഞ്ഞു. മുമ്പേ സത്യമായിരുന്ന വസ്തുത കുറെ കൂടെ വ്യക്തമായി, എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നു. അതാണ് ഹസൽ ഹഖ് എന്ന് പറഞ്ഞത്. ഈ വിവരങ്ങളെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാം അറിയുകയാണ്, ജയിലിൽ വെച്ച് അറിയുകയാണ്. രാജാവിൻ്റെ ദൂതൻ യൂസുഫ് നബിയുടെ ആവശ്യം ചെന്ന് പറയുകയും അതനുസരിച്ച് ആ സ്ത്രീകളെയെല്ലാം വിളിച്ച് വിചാരണ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ തൻ്റെ നിരപരാധിത്വം വീണ്ടും തെളിഞ്ഞിട്ടുണ്ടെന്നും മഹാനവറുകൾ അറിഞ്ഞു. അപ്പോൾ നടത്തിയ പ്രതികരണമാണ് ഇനി 52-ാമത്തെ ആയത്തിലുള്ളത്. അടുത്ത 53-ാമത്തെ ആയത്തിലും ആ പ്രതികരണം തുടരുകയാണ്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ
നേരത്തെ രാജാവിൻ്റെ ദൂതനെ തിരിച്ചയക്കാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ എൻ്റെ അടുത്ത് വന്ന ദൂതനെ തിരിച്ചയച്ചത്? രാജാവിൻ്റെ കൽപ്പന അനുസരിക്കാതെ, ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന കൽപ്പന അനുസരിക്കാതെ ഞാൻ ദൂതനെ തിരിച്ചയച്ചത് വലിയൊരു പ്രശ്നം കുറുക്കഴിക്കാൻ വേണ്ടിയാണ്. അസീസിൻ്റെ ഭാര്യ സുലൈഖയെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ വഞ്ചിച്ചിട്ടുണ്ടെന്നാണല്ലോ എല്ലാവരുടെയും, രാജാവിൻ്റെയും തന്നെ വിശ്വാസം. അസീസ് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആളുകൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് അസീസ് മനസ്സിലാക്കുന്നത്. അസീസിൻ്റെ ധാരണയും അങ്ങനെ, ആളുകളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് സ്പഷ്ടമായും ആത്മാർത്ഥമായും അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുകയും ഔദാര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ അയാളെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ഒന്നാമതായി അസീസും കൂടാതെ ലോകത്തുള്ള ആളുകൾ എല്ലാവരും, അവിടെയുള്ള എല്ലാവരും തൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കണം. അതിനുള്ള വേദി ഒരുങ്ങാനാണ് ദൂതനെ തിരിച്ചയച്ചത്. മാത്രമല്ല, വഞ്ചകന്മാർ ആരും തന്നെ അന്തിമ വിജയം വരിക്കുകയില്ല എന്നതും ഒരു വസ്തുതയാണ്. അതും അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് 52-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. ذلك, ഞാനിങ്ങനെ നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത്, ഇയാളെ മടക്കി വെച്ചത് എന്തിനാ? ലിയഅലമ, അസീസ് അറിയാൻ വേണ്ടിയാണ്. അന്നി, തീർച്ചയായും ഞാൻ, ലം അഖുൻഹു ബിൽ ഗൈബി, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലാ യഹ്ദി കൈദൽ ഖായിനീൻ, ചതിയന്മാരുടെ കുതന്ത്രങ്ങൾ അല്ലാഹു തആല സാക്ഷാത്കരിക്കുകയില്ല എന്നതിനാലുമാകുന്നു ഞാൻ അങ്ങനെ തിരിച്ചയച്ചത്. അതും അദ്ദേഹം മനസ്സിലാക്കണം. കൈദൽ ഖായിനീൻ എന്ന് പറഞ്ഞാൽ ചതിയന്മാരുടെ കുതന്ത്രങ്ങൾ. ഇപ്പം എന്താ അദ്ദേഹം പറഞ്ഞു? യൂസുഫ് നബി പറയുന്നത് എന്താണ്? ഞാൻ ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്, ഞാൻ മടങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞത്, തൻ്റെ അഭാവത്തിൽ അസീസിനെ ഞാൻ വഞ്ചിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അറിയാനും ചതിയന്മാരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു സാക്ഷാത്കരിക്കില്ല എന്നതിനാലുമാകുന്നു. വഞ്ചകന്മാരുടെ തന്ത്രം അള്ളാഹു തആല നേർമാർഗത്തിലാക്കുകയില്ല, സാക്ഷാത്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ തന്ത്രങ്ങളും ഉപായങ്ങളും ഒന്നും വിജയിക്കുകയില്ല എന്ന് തന്നെയാണ്. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കാരണം കൊണ്ടല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് അത് പൊളിയും, അവർ വശലാവുകയും ചെയ്യും. കുതന്ത്രങ്ങൾ വിജയിക്കുകയല്ല എന്ന് മാത്രമല്ല, അത് ചെയ്തവർക്ക് നേരെ തന്നെ അത് തിരിച്ചടിക്കുകയും ചെയ്യും എന്ന് ഖുർആനും ഹദീസിലും പല സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് അവരെ തന്നെ തിരിച്ചടിക്കും. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി, സൂറത്ത് ഫാത്തിറിലുണ്ട് 43-ാമത്തെ ആയത്ത്. കുതന്ത്രങ്ങൾ ചെയ്താൽ അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും, അവരെ തന്നെ തിരിച്ചു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ, 3 സംഗതികൾ അത് ചെയ്ത ആളുകൾക്ക് തന്നെ അവരുടെ മേൽ തന്നെ തിരിച്ചടിക്കുന്നതാണ്. അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ഫലം ചെയ്ത ആൾക്കാരെ കിട്ടുന്ന അർത്ഥം, അത് തിരിഞ്ഞു കൊത്തുമെന്നർത്ഥം. 3 സംഗതി. ഒന്ന് ചതി, അൽ മക്രു, ചതിക്കുക, ഗൂഢാലോചന നടത്തുക എന്നൊക്കെ പറയും. മറ്റേത് വൻ നക്സു, അഗ്രിമെൻറ്റുകൾ പൊളിക്കുക, കരാറൊക്കെ എഴുതിയത് പൊളിക്കുക, ലംഘിക്കുക, കരാറുകൾ ലംഘിക്കുക. 3-ാമത്തത് വൽ ബഗയു, അതിക്രമം, ആക്രമിക്കുക. ഇത് ചെയ്ത ആൾക്ക് തിരിച്ച് ദുനിയാവിനെ കിട്ടുമെന്നാണ്. റവാജിഉൻ അലാ അഹ്ലിഹാ, സൂറത്ത് യൂനുസ് 23-ാമത്തെ ആയത്തിൽ, യാ യുഹന്നാസു ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങളുടെ അക്രമം നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് ഇതിൽ ആശയം. സൂറത്ത് ഫാത്തിറിൽ 43-ൽ, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി, ഗൂഢാലോചന നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരുമെന്നർത്ഥം. സൂറത്തുൽ ഫതഹിലെ 10-ാമത്തെ ആയത്ത്, ഫമൻ നക്കത ഫഇന്നമാ യൻകുതു അലാ നഫ്സിഹി, കരാർ ലംഘനങ്ങൾ മറ്റൊക്കെ നടത്തിയാൽ അതും നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരുമെന്നർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പേജ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും സലാമത്തും സന്തോഷം നൽകട്ടെ. ഒരുപാട് കാലം ദീനും ഇൽമിനും ഖുർആനും ഖിദ്മത്തുൽ അവസരം നൽകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.